സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പഴഞ്ചൊല്ലുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഈ പഴഞ്ചൊല്ല് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്. അതിന് നമുക്ക് പഴത്തിന് നമുക്ക് ബനാന എന്ന് പറയാം, ചൊല്ലിന് നമുക്ക് ടോക്ക് എന്ന് പറയാം. അപ്പോൾ ബനാന ടോക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. ചുമ്മാ ഒരു തമാശ പറഞ്ഞാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് proverb എന്നാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ചിലർ അതിന് ഓൾഡ് സേയിങ് എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് സേയിങ് എന്ന് മാത്രം വേണമെങ്കിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ വൈസ് സേവിങ് എന്ന് പറയാം, അതല്ലെങ്കിൽ വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഏതാണ്? പ്രൊവർബ് എന്നാണ് ഇതിനുപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇവിടെ മലയാളത്തിലുള്ളതിനും തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ളതാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, an empty vessel makes much sound, അല്ലേ? അതായത് empty vessel എന്ന് പറഞ്ഞാൽ അകത്തൊന്നുമില്ലാത്ത ഒരു പാത്രം ഒരുപാട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അത് താഴോട്ട് വീഴുകയാണെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും, അല്ലേ? അതിനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എന്ത്? നിറകുടം തുളുമ്പില്ല എന്ന് പറയാറുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ഥലത്ത്, അതായത് നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് പല രീതിയിലൊക്കെ നമ്മൾ പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട്. ഇപ്പോഴിത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ പറയുന്ന ഒരു രീതിയാണ്. ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അപ്പോൾ അതായത് നീഡ് എന്ന് ഒരു ആവശ്യ സമയത്ത് ഉപകരിക്കുന്ന ഫ്രണ്ടാണ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടുമുള്ള എന്നുള്ള അർത്ഥം. അപ്പോൾ ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് സുഹൃത്ത്. അല്ലാത്തവരെ നമുക്ക് സുഹൃത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അതല്ലെങ്കിൽ പറയാറുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ നല്ല ഒരു പ്രൊവർബാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാർഗമുണ്ട്. അതല്ല നമ്മൾ പറയണം, അയ്യോ ഞാൻ വിദേശത്താണ്, എനിക്ക് 10 മണിക്കൂർ ജോലിയുണ്ട് ഒക്കെ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഓക്കെ, ഇനി സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതായത് ഇരുട്ടത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നത്. അപ്പോൾ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉള്ളത് ബെറ്റർ ദാൻ നത്തിങ്, ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണ് എന്നാണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്, ഐക്യമത്യം മഹാബലം. ആസ് യു സോ ഷാൽ യു റീപ്പ്. ഓക്കെ, ഇനി വിതയ്ക്കുന്നതാണ് നീ കൊയ്യുന്നത്. അപ്പോൾ സോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക എന്നുള്ളതാണ്. സോ ഷാൽ യു റീപ്പ്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രൊവർബാണ്. ഓക്കെ, അതല്ലെങ്കിൽ സോ വിൽ യു റീപ്പ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം, അല്ലേ? അവിടെ ഷാൽ വേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മളിങ്ങനത്തെ പഴയ ഇങ്ങനത്തെ പ്രൊവർബുകൾ, അതുപോലെ തന്നെ എഗ്രിമെൻറ്റുകൾ, അതിനകത്തൊക്കെ നമ്മളെപ്പോഴും ഷാൽ ഉപയോഗിക്കാറുണ്ട്. ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോഴും നിങ്ങളുടെ മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ഷാൽ ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കുക. ഇനി സോ ഷാൽ യു റീപ്പ് എന്നുള്ളതിന് പകരം ആ ഷാൽ ഇവിടെ ഉപയോഗിക്കാതെയും ചിലർ ഉപയോഗിക്കാറുണ്ട്. അതായത് ആസ് യു സോ യു റീപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു മലയാളം എന്താണ്, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്നങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? നെഗറ്റീവ് മീനിങ്ങിലാണ് സാധാരണ നമ്മളിത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈൽ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോമിലായിരിക്കുമ്പോൾ റോമാക്കാർ ചെയ്യുന്ന പോലെ ചെയ്യുക എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും, നാടോടുമ്പോൾ നടുവേ ഓടുക, അല്ലെങ്കിൽ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ നടുതുണ്ടം തിന്നുക എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? മറ്റൊന്ന് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ പകരത്തിനു പകരം, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി എന്നൊക്കെ ഉള്ളതിന് പകരം നമ്മൾ പറയുന്നതാണ് ടിറ്റ് ഫോർ ടാറ്റ്. ഇനി പ്യുവർ ഗോൾഡ് ഡസ് നോട്ട് ഫിയർ ദ ഫ്ലെയിം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അതായത് പിന്നെ നല്ല സ്വർണം തീയെ പേടിക്കത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തിനാണ് തീയെ പേടിക്കുന്നത്? അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള സ്വർണ്ണം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റും, അതിനകത്തുള്ള അശുദ്ധിയൊക്കെ അങ്ങ് അലിഞ്ഞു പോകും, അല്ലേ? അതുമാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ മലയാളത്തിൽ എന്താ പറയാം, മറക്കാനില്ലാത്തവനൊന്നും ഭയക്കാനില്ല എന്ന് നമുക്ക് പറയാം.
ഫ്രം ഫ്രൈങ് പാൻ ടു ഫയർ. ഓക്കെ, ഫ്രൈങ് പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചട്ടിയാണ്. ചട്ടിയിൽ നിന്നും എടുത്ത് തീയിലേക്ക് ഇടുക എന്നുള്ളതാണ്. അതായത് ഒരു ബുദ്ധിമുട്ടിൽ നിന്നും അതിനേക്കാളും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോഴേ അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതിന് സമാനമായിട്ടുള്ളത് നമ്മൾ പറയാറുണ്ട്, വറ ചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോൾ പന്തം കൊളുത്തി പട, അതാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. മറ്റൊന്നാണ് നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ, ബുദ്ധിമുട്ടില്ലാതെ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ മുള്ളില്ലാത്ത റോസപ്പൂവില്ല. ശ്രദ്ധിക്കുക, നമ്മൾ അധ്വാനിക്കണം. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്, വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ ചാപ്റ്റർ മുതൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ സൗജന്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അപ്പോൾ ഞാൻ ഭാവിയിൽ ഇത് പെയ്ഡ് ആക്കുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും നിങ്ങൾ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിനകത്തും ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇനി ഇപ്പോഴും മറ്റൊന്നാണ് മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ. ഓക്കെ, അതായത് കുറച്ചുള്ള ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെക്കുമ്പോൾ ഒരു വലുതാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മിക്കിൾ എന്ന് പറഞ്ഞാൽ ലാർജ് എന്നുള്ളതിൻ്റെ ഒരു വാക്കാണ്. അതായത് ഒരുപാട്, അതായത് ചെറുത് കൂട്ടി വെച്ച് കഴിയുമ്പോൾ ഒരുപാടാകും എന്നുള്ളതാണ്. ഇത് തന്നെ നമ്മുടെ മലയാളത്തിലുണ്ട്, പല തുള്ളി പെരുവെള്ളം, അല്ലേ? കിൽ 2 birds with 1 stone. ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളത്. 2 കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ഓക്കെ, എവ്രി പോട്ടർ പ്രൈസസ് ഹിസ് പോട്ട്. ഓക്കെ, ഈ പോട്ട് ഉണ്ടാക്കുന്ന ആളെയാണ് പോട്ടർ എന്ന് പറയുന്നത്. പോട്ട് എന്ന് പറഞ്ഞാൽ ചട്ടി, കലം എന്നൊക്കെ നമുക്ക് പറയാം, കലമാണ്. അപ്പോൾ ഈ കലം ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യും? അവരുടെ കലം ഏറ്റവും നല്ല കലമാണ്, ലോകത്തിലെ ഏറ്റവും നല്ല കലം ഞാനാണ് ഉണ്ടാക്കുന്നത് പറയും, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ മലയാളത്തിൽ പറയും, കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. ഇനി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓക്കെ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട് ഇതിന്. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം, അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ഇതിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അതിന് തുടർച്ച ഉണ്ടായിരിക്കുക. അപ്പോഴേ കൺസിസ്റ്റൻസി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, ഇനി ഡോൺ ക്യാരി കോൾ ടു ന്യൂ കാസിൽ. ഈ ന്യൂ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കോളെന്ന് പറഞ്ഞാൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ അങ്ങോട്ട് കൽക്കരി വിൽക്കാൻ ചെല്ലല്ല, അല്ലേ? അത് കാരണം അവിടെ മൊത്തം കൽക്കരിയാണ്. അങ്ങോട്ട് നമ്മൾ കൽക്കരിയായിട്ട് വിൽക്കാൻ വേണ്ടി ചെല്ലില്ല. അതാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കരുത് എന്ന് നമ്മൾ പറയാറില്ലേ? കൊല്ലന്മാരാണ് അവരാണ് ഈ സൂചി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ സൂചി വിൽക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടരുത് എന്ന് പറയാറുണ്ട്. ഇതല്ലാതെ നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, അല്ലേ? കണ്ടക്ടർക്ക് ടിക്കറ്റ് എഴുതരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനൊക്കെ പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്നാണ് എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ഓക്കെ, അതായത് പ്രേമത്തിലും യുദ്ധത്തിലും എല്ലാം ശരിയാണ്. തീർച്ചയായിട്ടും ചിന്തിക്കുക, ശരിയാണെന്ന് തോന്നുന്നില്ല. അതിന് മറ്റൊന്നാണ് ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ പോയിട്ട് എടുത്ത് ചാടരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോഴത് നിങ്ങളെ വലിയ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്നാണ് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മിന്നത്തില്ലേ, അതിനാണ് ഗ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഗ്ലിറ്റർ അത് നമ്മൾ കാണാറില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഗ്ലിറ്റർ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല. ശ്രദ്ധിക്കുക. ഓക്കെ, എ ബാഡ് വർക്ക്മാൻ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോശമായിട്ടുള്ള ഒരു പണിക്കാരൻ എന്ത് ചെയ്യും? എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും. ആരുമായിട്ട്? അദ്ദേഹത്തിൻ്റെ ടൂളുമായിട്ട്. ടൂൾ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളുമായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തൂമ്പായ്ക്ക് നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് പണി അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ തൂമ്പ കൊള്ളത്തില്ല, ഇതിന് ശരിയല്ല, അതിൻ്റെ കൈ ഇളകുന്നു, പ്രശ്നങ്ങളെല്ലാം പറയും, അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, പണി അറിയത്തില്ലാത്തവൻ ആയുധത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഓക്കെ, അതായത് അല്പജ്ഞാനം അപകടമാണ്. അപ്പോൾ അതാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാനത് പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ സംസാരിക്കുക, നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാകും.
ഓക്കെ. ബാക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും. അപ്പോൾ എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കും, പക്ഷേ അത് നമുക്ക് ഉറപ്പാണ് അത് കടിക്കത്തില്ല എന്നാണ്. അപ്പോൾ നമുക്കെന്താണ്, എപ്പോഴും ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആൾ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. പെന്നി വൈസ് പൗണ്ട് ഫുളിഷ്. ഓക്കെ, എന്താണ് പെന്നി, എന്താണ് പൗണ്ട് എന്ന് നോക്കാം. അതായത് പൗണ്ടിൻ്റെ ഏറ്റവും ചെറുതാണ് പെന്നി. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നോട്ടിൻ്റെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മൾ രൂപയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ നോട്ടിൻ്റെ ചെറുതെന്ന് എന്താണ്? ചില്ലറകൾ അല്ലേ. ചില്ലറകൾ വളരെ ചെറിയ ചില്ലറകൾ തൊട്ടുണ്ട്. 1 പൈസ, ഇപ്പോൾ 1 പൈസ ഇല്ല, അല്ലെങ്കിൽ 10 പൈസ, 5 പൈസ മുതലുണ്ട്. അപ്പോഴെന്താണ്, നമ്മൾ പെന്നി വൈസാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പൗണ്ടില്ലേ, ബ്രിട്ടീഷ് പൗണ്ട് അല്ലേ, ആ പൗണ്ടിൻ്റെ ഏറ്റവും ചെറുതാണ് പെന്നി. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ ഈ പെന്നിയുടെ കാര്യത്തിൽ, അതായത് ചെറിയ കാര്യത്തിൽ ഭയങ്കര സൂക്ഷ്മമാണ്, പക്ഷേ വലിയ കാര്യത്തിൽ ഒരു സൂക്ഷ്മവുമില്ല എന്നുള്ളത് പറയാനാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളത് പിന്നെ മലയാളത്തിൽ പറയാറുണ്ട്, എള്ള് ചോരുന്നത് അറിയും, തേങ്ങ ചോരുന്നത് അറിയില്ല എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ശ്രദ്ധയാണ്, അതേസമയം വലിയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ല എന്നുള്ളതാണ്. ഓക്കെ. ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? പാല് തരുന്ന കൈക്കിട്ട് കടിക്കരുത്. ഓക്കെ, ഡോണ്ട് ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കരുത്. ദ ഹാൻഡ്സ് ദാറ്റ് ഫീഡ്സ് യു എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഫീഡ് ചെയ്യുക എന്നത്. അപ്പോൾ നമ്മളതിന് മലയാളത്തിൽ പാല് തരുന്ന കൈക്കിട്ട് കടിക്കരുത്. ഓക്കെ. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് നോളജ് ഇസ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിദ്യ നേടുക. അപ്പോൾ വിദ്യ നേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലേ നമ്മുടെ നോളജ് വർദ്ധിക്കത്തുള്ളൂ. അതായത് ഒരു പറച്ചിലുണ്ട്, നമ്മൾ കൊടുക്കുമ്പോൾ കൂടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വിദ്യയാണ്. ബാക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടില്ല. പൈസ തന്നു, ആ പൈസ കുറഞ്ഞു പോകും അല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കൂടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വിദ്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.